സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് ഞങ്ങളുടെ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നത്. അത് മറ്റുള്ളവർ അതുപോലെ ചെയ്യണമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ആർക്കും ഞങ്ങൾ ഇൻഫ്ലുവൻസ് ആയിട്ട് കൊടുക്കുന്നില്ല. ആരും ഇങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എല്ലാ വീഡിയോസും. നമസ്കാരം. നമുക്ക് ഇന്നൊരു ഇന്റർവ്യൂ റിയാക്ട് ചെയ്യാം. അപ്പോൾ ഇന്റർവ്യൂ റിയാക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാണ്. ആ വീഡിയോ നമ്മൾ കണ്ടപ്പോൾ ആ വീഡിയോയിൽ പ്രത്യേകിച്ച് ഗുണമുള്ള ഒരു കാര്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് സൃഷ്ടിക്കുന്നു, അതുമല്ലെന്നുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള മെസ്സേജ് നൽകുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് ഇത് പറഞ്ഞേക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പോരായ്മകളോ തെറ്റോ തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സഭ്യമായി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്കതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്ന് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു റിയാക്ഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, മറ്റുള്ളവരുടെ വീഡിയോ എന്തിനാണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എന്ന്. നമുക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നമുക്ക് ഇന്റർവ്യൂയിലേക്ക് കടക്കാം. ഈ ഇന്റർവ്യൂ ആരെ വെച്ചാണ് ചെയ്തേക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അമലും പൂജയും. വളരെ ചെറുപ്പത്തിൽ തന്നെ വീട്ടുകാരെ പറ്റിച്ച് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ച കപ്പിൾ. അങ്ങനെ അവരൊരു റീൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. ആ റീൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതോട് കൂടിയിട്ട് ഭയങ്കര വൈറലാകുന്നു. അങ്ങനെ അവസാനം ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അവരുടെ ജേണി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അവരെ വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തേക്കാണ്. അവരെ വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്നതിൽ എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇന്റർവ്യൂ റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്റർവ്യൂയിലേക്ക് കടക്കാം. വിശേഷം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിൾസ് ആണ് നിങ്ങൾ. അപ്പൊ എങ്ങനെയുണ്ട് സോഷ്യൽ തിളക്കം? കാരണം എൻ്റെ കണ്ണുപോലും അടിച്ചുപോയി. അത്രയും തിളക്കമാണ്. അല്ല, എങ്ങനെ തിളങ്ങി എന്നാണ് ഇവർ പറയുന്നത്? എനിക്കിങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എൻ്റെ ഒരു സംശയമാണ്. എങ്ങനെയാണ് ഈ രണ്ട് വ്യക്തികൾ സമൂഹത്തിൽ തിളങ്ങിയത്? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തോ? അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവാർഡ് വാങ്ങിച്ചോ? അല്ലെങ്കിൽ സമൂഹത്തിൽ ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ? നല്ല എന്തെങ്കിലും മെസ്സേജ് കൊടുത്തോ? ഏതെങ്കിലും ഒരു ഫീൽഡിൽ, ഇപ്പം ഒരുപാട് ഫീൽഡ് ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ, അതിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ തിളങ്ങി നിൽക്കുന്നവരാണോ? അല്ല. പിന്നെ എങ്ങനെ തിളങ്ങി എന്നാണ് പറയുന്നത്? നല്ല കാര്യങ്ങളാണ് തിളങ്ങുന്നത്. ചീത്തയായ കാര്യങ്ങൾ ഒരിക്കലും തിളങ്ങത്തില്ല. അതായത് നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സൂര്യൻ തിളങ്ങാറുണ്ട്. സൂര്യൻ എന്ന് പറയുന്നത് നല്ലതായിട്ടുള്ള കാര്യമാണ്. അല്ലാത്ത ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും തിളക്കം വരത്തില്ല. ചീത്തയായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിളങ്ങി നമ്മൾ ഒരിക്കലും പറയത്തില്ല. അപ്പം നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് സൃഷ്ടിച്ച ആൾക്കാർ തിളങ്ങി എന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഗുഡൻസ്. അപ്പൊ എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയ ജീവിതം, അല്ലെങ്കിൽ യൂട്യൂബർ ആയിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതം? കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ പോകുന്നു. ഓക്കെ, അല്ല യൂട്യൂബിലൊക്കെ നന്നായിട്ട് നല്ല ഫോളോവേഴ്സും പിന്നെ വ്യൂവേഴ്സും നല്ല രീതിയിലുണ്ട്. പിന്നെ കമന്റ് പറയാൻ വേണ്ടി കുറെ പേര് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? വീട്ടിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ കമന്റ് ഒക്കെ പറഞ്ഞിട്ട് വരാറുണ്ടോ? വീട്ടിലാരും അമ്മയോടൊക്കെ പറയാറുണ്ടോ? എന്താ പറയാറുണ്ട്? നിങ്ങൾ ജില്ല ഞങ്ങളുടെ വീട്ടിലെ അമ്മ എന്റെ അമ്മയോടാണ്. അമ്മയുടെ ആരും കമ്മലൊന്നും പറഞ്ഞെടുത്തൊന്നുമില്ല. ഒരു ഇന്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നന്നായിട്ടൊന്ന് സംസാരിക്കാനെങ്കിലും അറിയണം. ഇതൊരുമാതിരി ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ നീ പറ, അല്ല ഞാൻ പറയുന്നില്ല, നീ പറ, എന്തോന്ന് നാടകം ഇത്? അറ്റ്ലീസ്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വൃത്തിയായിട്ട് മറുപടിയെങ്കിലും പറ. അങ്ങനെ വൃത്തിയായിട്ട് മറുപടി പോലും പറയാൻ അറിയാതെ എന്തിനാണ് വന്നൊരു ഇന്റർവ്യൂ ചെയ്യുന്നത്? ഈ ഇന്റർവ്യൂവിന്റെ ഒരു അർത്ഥം തന്നെ ഇല്ലാതെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് വ്യൂസ് മതി, ഇവർക്കും റീച്ച് മതി, അതിനു വേണ്ടിയിട്ട് വന്നിരുന്ന് ഇന്റർവ്യൂ ചെയ്യുവാണ്. എന്നാൽ ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകർക്ക് കിട്ടുമോ? ഇല്ല, ഒരു നല്ല കാര്യവും കിട്ടുന്നില്ല. നീ പറ, അല്ല ഞാൻ പറയാം. ആൾക്കാരൊക്കെ പറയും, അതേ ഉള്ളൂ. ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാം. മാരേജ് കഴിഞ്ഞിട്ട് എത്ര മാസമായി? 4 മാസം. എങ്ങനെയുണ്ട് മാരേജ് ലൈഫ്? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് തോന്നുന്നു. എല്ലാരും പറയുന്ന മാരേജ് ലൈഫ് ഭയങ്കര ഉഴപ്പായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം പൂജയ്ക്ക് 18 വയസ്സായിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ അത്യാവശ്യം 5 വയസ്സ് 6 വയസ്സ് ഏജ് വ്യത്യാസമുള്ളത്. അപ്പൊ എല്ലാരും പറയും നിങ്ങളുടെ ലൈഫ് നല്ല തേഞ്ഞു പോകുന്നൊക്കെ പറയുന്ന ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പൊ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടോ? വിചാരിച്ചൊരു മാരേജ് ലൈഫാണോ ഇപ്പൊ കിട്ടുന്നത്? നിങ്ങൾ എന്തായാലും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നല്ലോണം നോക്കുന്നുണ്ട്, അത് സംസാരത്തിൽ തന്നെ ഉണ്ട്. നമ്മളുടെ ലൈഫ് നന്നായിട്ടാണ് പോകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരാൾ നന്നായിട്ടാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ആൻസർ പറയാം.
ഇതൊരുമാതിരി ഇല്ല LKG പിള്ളേരോടൊക്കെ ചോദിക്കുന്ന പോലെ നാണം കുണുങ്ങി വന്നിരുന്ന് സംസാരിക്കുന്നു, നന്നായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, നല്ലോണം ലൈഫ് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നല്ല ആൻസർ ഇല്ല, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ഉത്തരങ്ങളില്ല. പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഇവരെ ഇന്റർവ്യൂ ചെയ്യുന്നത്? ഈ സംശയം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ സംശയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇനിയും കാണേണ്ടി വരും. ഇതൊക്കെ കാണാൻ വിധിക്കപ്പെട്ടവരായി മാറിക്കഴിഞ്ഞു യൂട്യൂബിന്റെ പ്രേക്ഷകർ. എനിക്കൊന്ന് മലയാളം യൂട്യൂബേഴ്സിന്റെ ഇടയിൽ ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തും കാണിക്കും, എന്തും ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ റിയാക്ഷൻ ചെയ്യുന്നവർക്കാണ് കുഴപ്പം കേട്ടോ. കുഞ്ഞു പിള്ളേരാണ്, ഫോളോവേഴ്സ് ഉള്ളതാണ്. കമന്റ് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. കൂടുതൽ നിങ്ങൾക്ക് ഫോളോവേഴ്സും പിന്നെ കമന്റ് ചെയ്യുന്നത് ഈ കുഞ്ഞു പിള്ളേരാണ്. നിങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ മെസ്സേജസ് വരുന്നുണ്ട്. പൂജയ്ക്ക് 18 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഈ ചെറുപ്രായത്തിൽ തന്നെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോയി, അമ്മേനെയും അച്ഛനും വിട്ട് കളഞ്ഞിട്ട് വേറെ വീട്ടിലേക്ക് പോയി. അപ്പോ ഇത് നിങ്ങൾ വേറെ ആൾക്ക് കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് അല്ലേ എന്ന രീതിയിലാണ് പറയുന്ന ആൾക്കാർ മൊത്തം. ഞങ്ങൾ എല്ലാ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആർക്കും ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നില്ല. എല്ലാ വീഡിയോസിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആർക്കും കൊടുക്കുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് ഞങ്ങളുടെ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നത്. അത് മറ്റുള്ളവർ അതുപോലെ ചെയ്യണമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ആർക്കും ഞങ്ങൾ ഇൻഫ്ലുവൻസ് ആയിട്ട് കൊടുക്കുന്നില്ല. ആരും ഇങ്ങനെ ചെയ്തതിനെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ വീഡിയോസിലും ഞങ്ങൾ ചെയ്ത് ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ തീരുമാനം പെട്ടെന്ന് എടുക്കാൻ തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു വന്നു. അതുപോലെ ഇൻഫ്ലുവൻസ്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം. ഇവരുടെ വീഡിയോസിൽ നല്ല കമന്റ്സ് ഇടുന്നവര്, പോസിറ്റീവ് കമന്റ്സ് ഇടുന്നവര് മിക്കതും കൊച്ചു പിള്ളേരാണ്. നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർ കുറച്ചും കൂടി മുതിർന്ന ആൾക്കാരാണ്. ഈ മുതിർന്ന ആൾക്കാർ ഇവരെ ഉപദേശിച്ചുകൊണ്ടാണ് കമന്റ്സ് ഇടാറുള്ളത്. പക്ഷേ ഇവരുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഇവരെക്കാട്ടിൽ കുറച്ചും കൂടി താഴ്ന്ന പ്രായത്തിലുള്ള ആൾക്കാർ ഇവർക്ക് വന്ന് കമന്റ്സ് ഇടുന്നുണ്ട്. ഈ കമന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ആണ്. ഇവർ പറയുന്നു ഞങ്ങളൊരു ഇൻഫ്ലുവൻസും ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ എല്ലാവരോടും പറയുന്നു ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഞങ്ങൾക്ക് ഒരിക്കലും ഇൻഫ്ലുവൻസ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവരായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനെ വന്ന് ഇന്റർവ്യൂവിൽ വന്ന് ഇരിക്കുന്നത് തന്നെ ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുമല്ലേ. കാരണം ഇത് കാണുന്ന കൊച്ചു കുട്ടികൾ എന്താണ് വിചാരിക്കുന്നത്, ചിന്തിക്കാത്ത ആൾക്കാർ, അതായത് കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കധികം ചിന്താശേഷിയില്ല. അവരെന്തായിരിക്കും വിചാരിക്കുന്നത്, ഓ നോക്കിക്കേ ആ ചേട്ടനെയും ചേച്ചിയെ ഇന്റർവ്യൂവിലേക്ക് വിളിച്ചു, നമുക്ക് ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഇന്റർവ്യൂവിൽ വിളിക്കും. അതായത് ഒളിച്ചോടിപ്പോയത് എന്തോ വലിയ സംഭവമാണ്. ഒളിച്ചോടിപ്പോയി അച്ഛനെയും അമ്മയെ പറ്റിച്ച് ഒളിച്ചോടി പോവുക എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടും, നമുക്ക് വൈറലാകാൻ വേണ്ടി സാധിക്കും, നമുക്ക് ഇഷ്ടം പോലെ പണം കിട്ടും, യൂട്യൂബ് ചാനൽ തുടങ്ങാം, യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആകും, വ്യൂസ് ആകും. ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇവർ അറിഞ്ഞോ അറിയാതെയോ ക്രിയേറ്റ് ചെയ്യുന്നത്. പോട്ടെ, ഇവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഇവർ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നതിലൂടെ എക്സ്ട്രാ ഇൻഫ്ലുവൻസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവർ പറയുന്നു ഇൻഫ്ലുവൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന്. പിന്നെ റിയാക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. റിയാക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സോഷ്യൽ മീഡിയ മൊത്തം യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മൊത്തം നിങ്ങളെ ട്രോളിങ് കൊണ്ടുള്ള വീഡിയോസും റിയാക്ഷൻ വീഡിയോസും ഉള്ളത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? റിയാക്ഷൻ ചെയ്താൽ ഞങ്ങൾക്ക് ഗുണമുള്ളൂ. പക്ഷേ എല്ലാവരും വന്ന് റിയാക്ഷൻ ചെയ്യുന്നവരുടെ മെക്കിട്ടം കീറുകയാണ്. റിയാക്ഷൻ ചെയ്യുന്നതാണ് കുഴപ്പം, റിയാക്ഷൻ ചാനലുകാർക്കാണ് കുഴപ്പം. ഇവർ തന്നെ പറയുന്നു ഇവർ ചെയ്തത് തെറ്റാണെന്ന്. അപ്പൊ ഇവർ തെറ്റ് ചെയ്തപ്പോൾ അത് പബ്ലിക്കായിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ റിയാക്ഷൻ ചാനലുകാർ റിയാക്ട് ചെയ്യും, വിമർശിക്കും. ഇങ്ങനെ വിമർശനങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പോകരുത്. വിമർശനങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാവൂ. അല്ലാത്തവർ ഇതൊന്നും ചെയ്യാൻ പോകാതിരിക്കുക. എല്ലാവരുടെ വിഷയം റിയാക്ഷൻ ചാനലുകാരാണ്. റിയാക്ഷൻ ചാനലുകാർ തെറ്റ് ചെയ്തു, റിയാക്ഷൻ ചാനലുകാർ വിമർശിക്കുന്നു, റിയാക്ഷൻ ചാനലുകാർ റിയാക്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്യും. കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കാര്യം വന്ന് ചെയ്യുമ്പോൾ, ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് തെറ്റുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വിമർശനങ്ങളും വരും. അതങ്ങനെയാണ്, വിമർശനങ്ങൾ വരും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകരുത്. പബ്ലിക്കായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വിമർശിക്കും, തെറ്റാണെന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയും. ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് അംഗീകരിക്കാനും പഠിക്കുക. അതായത് റിയാക്ഷൻ ചാനലുകാരല്ല ഇവിടെ തെറ്റ് ചെയ്തത്, റിയാക്ഷൻ ചാനലുകാർ വേണം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എക്സ്ട്രീം ആയിപ്പോവും. റിയാക്ഷൻ ചാനലുകാരും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ് നടക്കത്തില്ല. റിയാക്ഷൻ ചാനലുകാർ ഉള്ളത് കൊണ്ട് ഒരു സന്തുലന അവസ്ഥയിൽ ഒരു ബാലൻസ് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഇവര് ചെയ്യുന്നതിനെ വിമർശിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ, വിമർശിക്കാൻ ഒരു കുഞ്ഞു പോലും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം നമ്മളൊക്കെ കാണേണ്ടി വരും.
പെട്ടെന്ന് എനിക്ക് 15 വയസ്സായപ്പോ ഞാൻ ചാടിപ്പോയി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ എന്താ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ കെട്ടിക്കാനൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ വെച്ചും പിന്നെ വീട്ടില് നല്ല സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് വരാൻ തോന്നി. പിന്നെ വന്നു കഴിഞ്ഞാലും മുന്നോട്ട് പഠിപ്പിക്കും, എന്റെ കാര്യങ്ങളൊക്കെ നടക്കും എനിക്ക് അറിയാം. എന്നിട്ട് നോക്കുന്നൊക്കെ പിന്നെ എനിക്ക് കമന്റ്സ് വരുന്നുണ്ട്, അവൻ നന്നായി നോക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര പ്രശ്നം എന്ന് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. പിന്നെയും എന്റെ വീട്ടുകാരുടെ സങ്കടം അതും പറഞ്ഞു അവര് വരുന്നത്. എനിക്കില്ലാത്ത സങ്കടം ഇവർക്ക് ഇവരുടെ വീട്ടുകാർക്ക് ഇല്ലാത്ത സങ്കടം അവർക്കും പിന്നെ അവരുടെ കുറച്ച് നമ്മളൊക്കെ ചെയ്യുന്നതിന്റെ തെറ്റ് എന്നെങ്കിലും ഒരിക്കൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അതങ്ങനെയാണ്. വീട്ടുകാർക്കൊരു വിഷമവും ഇല്ലെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊരു വിഷമവും കാണത്തില്ല. ഇപ്പം വിഷമമൊന്നും കാണത്തില്ല, കുറച്ചും കൂടി കഴിയുമ്പോൾ വിഷമിക്കുന്ന ഒരു സമയം വരും. പിന്നെ വീട്ടുകാർക്കൊരു വിഷമവും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സമൂഹത്തിന് മുമ്പിൽ ശരിക്കും നാണം കെട്ടുപോയി, മൊത്തത്തിൽ നാണം കെട്ടുപോയി. പഠിക്കുന്ന കൊച്ച് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാണം കെടത്തില്ലയോ? അവർ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെ എല്ലാം മുമ്പിൽ അവർ നാണം കെട്ടു. അവർ ടോട്ടലി നാണം കെട്ടു. അവരുടെ തല കുനിഞ്ഞതിന് നിങ്ങളുടെ തല ഒരിക്കൽ കുനിയും. അതങ്ങനെയാണ്. ഈ കർമ്മ എന്ന് പറയത്തില്ലേ, സത്യമാണ്. അവരുടെ തല കുനിഞ്ഞു, അവർ അപമാനിക്കപ്പെട്ടതിന് നിങ്ങളുടെയും തല എന്തെങ്കിലും ഒരിക്കൽ കുനിയേണ്ട അവസ്ഥ വരും. അന്നേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ആ ഒരു എക്സ്ട്രീം എത്രയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പെയിൻ എത്രയായിരുന്നു എന്നുള്ളത് അന്നേ മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ഇപ്പം ഇങ്ങനെ ഇരുന്ന് വാചകമൊക്കെ അടിക്കാം, കുറച്ച് കഴിയുമ്പോൾ ഈ വാചകോടിയൊക്കെ നിൽക്കും. ജീവിതം എന്താണെന്നുള്ളത് കുറച്ചും കൂടി കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോഴേക്കും യൂട്യൂബ് ചാനൽ സെറ്റ് ആകുമല്ലോ, നല്ല വരുമാനം കിട്ടുമല്ലോ. അതാണ് ഇവരുടെ മനസ്സിലിരിപ്പ്. കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും യൂട്യൂബ് ചാനൽ സെറ്റ് ആവും, നല്ല വരുമാനം കിട്ടും. ഇതുപോലുള്ള പേക്കൂത്തുകളും പൊട്ടത്തരങ്ങളും കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. നല്ല രീതിയിൽ നല്ലതുപോലെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നവർക്കൊന്നും വ്യൂസും ഇല്ല, അവർക്കൊന്നും സപ്പോർട്ടും ഇല്ല. ഇത്തരം പേക്കൂത്ത് എവിടെയുണ്ടോ, ഇത്തരം നെഗറ്റിവിറ്റി എവിടെയുണ്ടോ, അത്തരം നെഗറ്റിവിറ്റി ഉള്ളിടത്താണ് ആൾക്കാർ ഇപ്പൊ പോകുന്നതും കാണുന്നതും. കുഞ്ഞു പിള്ളേരാണ് സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അതിലും റിയാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അങ്ങനത്തെ ആരും അങ്ങനെ കമന്റ് ഇടുന്നത് കൂടുതൽ ഈ കുഞ്ഞു പിള്ളേരെന്നുള്ള രീതിയിൽ കമന്റ് പിന്നെ ഇടയ്ക്ക് വരുവാന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ കമന്റ് ബോക്സ് വായിക്കുമ്പോ ചേച്ചി ചേട്ടാന്ന് പറയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവുമല്ലോ, പൂജേനേക്കാളും ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടുന്ന അവർക്കൊരു ഇൻഫ്ലുവൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്തോ ഇൻഫ്ലുവൻസ് അത് അവരെങ്ങനെ കാണുന്നേ ഉള്ളൂ, അത് അവരെങ്ങനെ എടുക്കും അതേ ഉള്ളൂ. അല്ലാതെ ഇനി ഞങ്ങളായിട്ടൊന്നും പറഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. അവരതെങ്ങനെ എടുക്കുന്നത് ഞങ്ങൾ ആർക്കും ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്നില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പം യൂട്യൂബിൽ അങ്ങനെ ഒരു ഇത് കിട്ടിയപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ അത് പഴകി കളയുന്നത്. അപ്പൊ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ നമ്മളായിട്ട് ഓരോ വീഡിയോസ് ഇട്ട് കൊടുക്കുന്നു, അവരത് കയറി കാണും. അത്രേ ഉള്ളൂ. റിയാക്ഷൻ കാണുന്നവരും എന്ത് വ്യൂസിന് വേണ്ടിയിട്ട് ചെന്ന് ഞങ്ങൾ വ്യൂസിന് വേണ്ടിയിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. അവരിങ്ങനെ ഞങ്ങളുടെ കൊച്ചുപിള്ളേര് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നതിൽ ഇവർക്ക് എന്ത് പ്രശ്നം? ഇവർക്കൊരു പ്രശ്നവും ഇല്ല. 100 അല്ല 110% ഉറപ്പാണ് ഇവര് സമൂഹത്തിൽ സൃഷ്ടിച്ചത് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് എന്ന്. ഇവരെ കണ്ട് ഒരുപാട് ആൾക്കാർ ഇവരുടെ പാത പിന്തുടരാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടാകും, ഇപ്പം തന്നെ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടാകും. കുറേ കുട്ടികൾ, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഇവരുടെ പാത പിന്തുടർന്നാൽ നല്ലതാണ് എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. 100% ഉറപ്പാണ്. അല്ലെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ഇവരുടെ പാത പിന്തുടർന്ന് ഇനിയും കുറേ ആൾക്കാർ പോവും. ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും, വൈറലാകും. പിന്നെ യൂട്യൂബിൽ മൊത്തം ഇത്തരം ആൾക്കാരുടെ ഒരു ബഹളമായിരിക്കും. അതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഇവരുടെ പാത പിന്തുടരാൻ ഒരുപാട് ആൾക്കാർ വരും. പക്ഷെ അതൊന്നും ഇവർക്കൊരു വിഷയവുമില്ല. അങ്ങനെ വിഷയം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവരൊരിക്കലും വന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യത്തില്ലായിരുന്നു. അവർ ഈ ചാനലിലൂടെ എന്ത് വേണമെങ്കിലും ഇട്ടോട്ടെ, പക്ഷെ ഒരു ഇന്റർവ്യൂ കൂടി ചെയ്യുമ്പോൾ എക്സ്ട്രാ ഇൻഫ്ലുവൻസ് ആണ് അതിലൂടെ ഉണ്ടാകുന്നത്. ഈ ഇന്റർവ്യൂ ചെയ്യുന്നവർക്കെങ്കിലും ബോധം വേണ്ടേ? ഒരു ബോധവുമില്ല. 2 വിഭാഗത്തിനും ഒരു ബോധവുമില്ല. ഏതായാലും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കപ്പിൾസിന്റെ തിളക്കം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.